ഇതൊരു പാവപ്പെട്ടവന്റെ കല്യാണമാണോ? വളരെ ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ടാണ് ഞങ്ങൾ ഞങ്ങളുടെ നായികയെ കണ്ടെത്തിയത്. വിളിക്കട്ടെ? വിളിക്കാൻ പറയട്ടെ ഡയറക്ടർ സാർ? യെസ്. കുട്ടി വരൂ. അന്നെന്നെ സിനിമയിൽ അഭിനയിക്കാൻ വിളിച്ചതാ. അന്ന് ഇതുപോലെ തടിയൊന്നും ഇല്ലായിരുന്നു. സീലിംഗ് ബ്യൂട്ടിന്നാ അന്ന് എന്നെ എല്ലാരും വിളിച്ചിരുന്നത്. സ്ലിം ബ്യൂട്ടിന്നാ ഉദ്ദേശിച്ചത്. നിനക്കെന്താ ചീങ്ങുന്നുണ്ടോ? ഒരു വക കണ്ണടയും. ഒരു പെൺകുട്ടിയെ പരിചയപ്പെടാൻ മുമ്പ് ഇങ്ങനെയാണോ ഡ്രസ് ചെയ്യുന്നത്? ആക്ഷൻ. പെണ്ണിന്റെ പേരിലായിരിക്കും വീട്. വിറ്റ എന്ത് കിട്ടാവോ? കല്യാണത്തിന്റെ അന്ന് തന്നെ വിപ്പിക്കണം. ഐശ്വര്യമുള്ള ഒരു ചടങ്ങിന് പോവല്ലേ, അപ്പൊ കുറച്ച് റിച്ച് ആയിക്കോട്ടെ എന്ന് കരുതി. നീ ഇന്ന് വേഗം വന്നേ. വരിയല്ലേ? അവരെത്തി. അളിയോ താനാരാ? അളിയൻ. അളിയോ താനാരാ വിളിക്കണേ? അളിയനെ. അളിയോ അപ്പൊ താൻ തന്നെ തന്നെയാണ് അളിയാന്ന് അകത്തേക്ക് നോക്കി വിളിക്കണത്. ആ ഇനി പെണ്ണെ വിളി. കണ്ണു ചുവക്കാണ്, പല്ല് കടിക്കാണ്, മുഷ്ടിച്ചു വിരട്ടാണ്. ലുക്ക് മാൻ, ഐ ആം നോട്ട് എൻ അലബലാദി. കിട്ടി. ഞാൻ ആഗ്രഹിച്ചത് തന്നെ കിട്ടി. നല്ല അസല് സദ്യ ഉണ്ട് എഴുന്നേറ്റവനെ പോലെ സന്തുഷ്ടനാണ്. മേക്കപ്പ് കൂടുതലാണ് ചേട്ടാ. മേക്കപ്പ് കുറച്ച് കുറവാണെങ്കിലേ ഉള്ളൂ. ആരാ മേക്കപ്പ് ചെയ്ത്? ഞങ്ങളുടെ നാട്ടില് ബ്യൂട്ടി പാർലർ എടുത്തിന് പുഷ്പലത ചേച്ചി. ഏത് കല്യാണത്തിനും കാണാം കുറെ യോയോയും കൂളിംഗ് ഗ്ലാസും. പ്രിയമുള്ളവരെ, എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഇനി ഞങ്ങൾ ചെറുക്കന്റെ വീട്ടുകാരുടെ കലാപരിപാടികളാണ്. താങ്ക് യു, താങ്ക് യു. ഉത്തപ്പം വേണോ തന്നെ ബോണ്ട വേണോ? ഇത്താക്കുചാട്ടം തന്ന പൊട്ടു വേണോ? ഉത്തപ്പം വേണോ തന്നെ ബോണ്ട വേണോ? ഇത്താക്കുചാട്ടം തന്ന പൊട്ടു വേണോ? കടലിൽ പഴവും ചേർത്ത് കടലിൽ പരിപ്പും ചേർത്ത് നൽകിയിടാൻ പായസം. കുഞ്ഞു പെണ്ണെ ആ വേണ തിന്ന്. ഇനി വാടി പെണ്ണെ ആ വേണ്ട വേണ്ട. അപ്പുകുട്ടാ നീ വന്നേ. ഓവറാക്ട് ചെയ്ത് ചളവാക്കാനാ പുല്ലേ. എന്റെ കുസുമം ഭയങ്കരം തന്നെ. ഇനി വയ്യ, നാളെ വന്നും ബാക്കി വാങ്ങിച്ചോളാം.